ചൈനയുടെ ചാരക്കപ്പലായിട്ടുള്ള യുവാങ് വാങ് 5 മിസൈലുകളും ഉപഗ്രഹ ട്രാക്കിംഗ് കപ്പലും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ചു എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ബീജിങ്ങിൻ്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്ര രഹസ്യാന്വേഷണ ശേഷികളെക്കുറിച്ച് അമേരിക്കയിലും ഇന്ത്യയിലും പുതിയ ആശങ്കകൾക്ക് ഇത് കാരണമായിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം, ഹമ്പൻതോട്ട തുറമുഖത്തിൽ ചൈനയുടെ ഒരു ചാരക്കപ്പൽ വന്നപ്പോൾ ഇന്ത്യ അത് പ്രതിരോധിച്ചിരുന്നു. എന്തായാലും US ഇന്ത്യ സുരക്ഷാ സഹകരണം ശക്തമാകുന്ന സമയത്താണ് ഈ വിന്യാസം വരുന്നത്. കൂടാതെ ഇൻഡോ പസഫിക്കിലെ PLAയുടെ ദീർഘദൂര നിരീക്ഷണ അഭിലാഷങ്ങളെക്കുറിച്ച് ചോദ്യങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട്. PLA അഥവാ പീപ്പിൾസ് ലിബറേഷൻ ആർമി, ചൈനയുടെ ആർമി എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ചോദ്യങ്ങൾ പ്രധാനമായിട്ടും ഉയരുന്നത്. ചൈനയുടെ യുവാങ് വാങ് 5 മിസൈൽ ഉപഗ്രഹ ട്രാക്കിംഗ് കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ചത് ഇപ്പോൾ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി സ്ട്രാറ്റജിക് സപ്പോർട്ട് ഫോഴ്സ് നടത്തുന്ന യുവാങ് വാങ്, അത് ബീജിങ്ങിൻ്റെ കപ്പലിൻ്റെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള മിസൈൽ ട്രാക്കിംഗ് കപ്പലുകളിൽ ഒന്നായാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ കപ്പൽ ഇങ്ങോട്ടേക്ക് പ്രവേശിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന ഒരു ജാഗ്രതയിലാണ് ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നത്. കൂറ്റൻ പാരാബോളിക് റഡാർ ഷെഡുകൾ, നൂതന ടെലിമെട്രി റിസീവറുകൾ, സുരക്ഷിതമായിട്ടുള്ള ഉപഗ്രഹ ആശയവിനിമയങ്ങൾ എന്നിവയാൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ കപ്പലിന് ആയിരക്കണക്കിന് കിലോമീറ്റർ പരിധിയുള്ള ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപങ്ങൾ, ഉപഗ്രഹപാതകൾ, നാവിക തന്ത്രങ്ങൾ എന്നിവ കണ്ടെത്താനും അവ റെക്കോർഡ് ചെയ്തെടുക്കാനും കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ചൈന കപ്പലിനെ ഒരു ശാസ്ത്രീയ ഗവേഷണ വേദിയായി വികസിപ്പിക്കുമ്പോൾ പ്രതിരോധ വിശകലന വിദഗ്ധർ ഇതിനെ സൈനിക ഇൻ്റലിജൻസുമായി സിവിലിയൻ ബഹിരാകാശ പിന്തുണയെ സംയോജിപ്പിക്കുന്ന ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കമായിട്ടാണ് കാണുന്നത്. ഇത് ചൈനീസ് തീരദേശ ജലത്തിനപ്പുറത്തേക്ക് PLA നാവികസേനയുടെ പ്രവർത്തന ചിത്രം നേരിട്ട് നൽകുന്നുവെന്നാണ് പ്രധാനമായുള്ള വിലയിരുത്തൽ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കപ്പലിൻ്റെ പുനരാഗമനം പ്രതീകാത്മകമല്ല. 2025 ശ്രീലങ്കയിൽ നങ്കൂരമിട്ടതോടെയാണ് യുവാങ് വാങ് 5 കുപ്രസിദ്ധി നേടിയത്. അതേ കപ്പലാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ബെൽറ്റ് ആൻഡ് റോഡ് അടിത്തറകൾ സൈനിക ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താനുള്ള ബീജിങ്ങിൻ്റെ ശേഷി അടിവരയിടുന്നു. ഇത് ഇന്ത്യൻ പ്രദേശത്ത് നിന്ന് വിക്ഷേപിക്കുന്ന മിസൈൽ പരീക്ഷണങ്ങൾ നിരീക്ഷിക്കാനും ഇന്ത്യൻ നാവികസേനയുടെ ആണവ അന്തർവാഹിനികളുടെ നീക്കങ്ങൾ ട്രാക്ക് ചെയ്യാനും കപ്പലിന് കഴിയുമെന്ന് അക്കാലത്ത് ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ ആശങ്ക പ്രകടിപ്പിച്ചു. ഇന്ത്യയും അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും ചേർന്ന് 2025 നാവികാഭ്യാസങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിന്യാസം നടക്കുന്നത്. ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മത്സരാധിഷ്ഠിത നിരീക്ഷണ അന്തരീക്ഷത്തെയാണ് പ്രധാനമായിട്ടും എടുത്തു കാണിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട്. അമേരിക്കൻ ഇന്റലിജൻസ് നിരീക്ഷണ ആധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നതിനുള്ള ഒരു വലിയ PLA തന്ത്രത്തിന്റെ ഭാഗമായാണ് US പ്രതിരോധ ഉദ്യോഗസ്ഥർ യുവാങ് വാങ് 5ന്റെ സാന്നിധ്യത്തെ നിലവിൽ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.